പ്രിയ സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ മുൻപൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കോൺഗ്രസ്സിന് ഒരു നല്ല പ്രകടന പത്രികയുണ്ടോ, ആർജവമുള്ള ക്രിയാത്മകമായിട്ടുള്ള രാജ്യപുരോഗതിക്ക് ഉതകുന്ന ഒരു പ്രകടന പത്രികയെങ്കിലും തയ്യാറാക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രണ്ട് കൂട്ടരുടെയും BJP നേതൃത്വം കൊടുക്കുന്ന NDA മുന്നണിയുടെയും അതുപോലെ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന മുന്നണിയുടെയും പ്രകടന പത്രിക ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ പ്രകടന പത്രികയിൽ ഉള്ള കാര്യങ്ങൾ നമുക്കൊന്ന് താരതമ്യ പഠനം ചെയ്യാം, ഒന്ന് വിശകലനം ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇപ്പോൾ പ്രകടന പത്രിക മുൻപൊക്കെ ഇറങ്ങിയിട്ടുള്ള ബഡ്ജറ്റൊക്കെ വലിയ കേമത്തിലിറങ്ങും, ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, പിന്നൊന്നും കാണത്തില്ല. അപ്പോൾ നടക്കാത്ത കാര്യങ്ങളാണ് പ്രകടന പത്രികയിൽ വരാറുള്ളത്. ബഡ്ജറ്റിലെ പോലെ ഇവരുടെ ബഡ്ജറ്റും കണക്കായിരുന്നു കോൺഗ്രസിൻ്റെ, അതുപോലെ തന്നെ പ്രകടന പത്രികയും കണക്കായിരുന്നു. ഇപ്രാവശ്യം പ്രത്യേകിച്ച് പറയാനുമില്ല, ഒന്നും എടുത്തു പറയാനുള്ള ക്രിയാത്മകമായ യാതൊന്നും അവർക്കില്ല. തണ്ടിക്കൊത്ത ശത്രുക്കൾ വേണമെന്ന് പറഞ്ഞതുപോലെ തരത്തിനൊത്ത ഒരു പ്രകടന പത്രികയെങ്കിലും തയ്യാറാക്കാനായിട്ട് കോൺഗ്രസിന് സാധിച്ചില്ലല്ലോ എന്ന് ലജ്ജാകരമായിട്ടുള്ള വസ്തുത തന്നെയാണ്. അപ്പോൾ നമുക്ക് പ്രകടന പത്രികയിലേക്ക് തന്നെ വരാം. അപ്പം NDAയുടെ പ്രകടന പത്രിക, BJP മുന്നണിയിലെ BJP ലീഡ് ചെയ്യുന്ന, BJP നേതൃത്വം കൊടുക്കുന്ന NDA മുന്നണിയുടെ പ്രകടന പത്രിക പ്രധാനമന്ത്രി മോദിജിയും അതുപോലെ ആഭ്യന്തരമന്ത്രി അമിത്ഷായും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, പിന്നെ ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ, പിന്നെ പാർട്ടിയുടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് JP നഡ്ഡയും ചേർന്നിട്ടാണ് ശക്തരും പ്രഗത്ഭരുമായിട്ടുള്ള ഒരു നേതൃനിര തന്നെയാണ് നമ്മുടെ പ്രകടന പത്രിക അവതരിപ്പിച്ചത്. മറിച്ച് സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും കാർഗെയും ചിദംബരം, എപ്പോഴാണ് പേര് ഓർമ്മ വന്നത്, കുറച്ച് നേരമായിട്ട് ഞാൻ ആലോചിക്കുമായിരുന്നു. ചിദംബരം, അഴിമതി വീരനായിട്ടുള്ള ചിദംബരവും ചേർന്ന് അവരുടെ പ്രകടന പത്രികയും അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് NDA മുന്നണിയുടെ പ്രകടന പത്രിക ഒന്ന് പരിശോധിച്ച് നോക്കാം. കഴിഞ്ഞ 10 വർഷങ്ങളായിട്ട് പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്ന സർവ്വ കാര്യങ്ങളും നടപ്പിലാക്കിയ ഒരേ ഒരു സർക്കാരാണ് BJPയുടെ കഴിഞ്ഞ 10 വർഷത്തെ NDA മുന്നണിയുടെ ഭരണം നിർവഹിച്ച സർക്കാർ എന്ന് പറയുന്നത്. അതിനു മുമ്പുള്ള വർഷങ്ങളിലെ സർക്കാരുകളൊന്നും തന്നെ നിങ്ങൾ എടുത്തു നോക്കി അറിയാം. പ്രകടന പത്രിക ഇങ്ങനെ നീളത്തിൽ കിടക്കും. അതിനകത്തെ 10% കാര്യങ്ങൾ പോലും ശരിയായി നിരീക്ഷിക്കുന്നവർക്ക് മനസ്സിലാവും. നമ്മുടെ ആൾക്കാർക്കുള്ള അതേ ഒരു കുഴപ്പം അതാ, ഒരു കാര്യവും ആഴത്തിൽ പഠിക്കുകയോ നിരീക്ഷിക്കുകയോ ഒന്നും ചെയ്യത്തില്ല. പുറമേ കാണുന്ന കാര്യങ്ങൾ വെച്ച് വിലയിരുത്തി ഇതാണ് ശരി ഇതാണ് ശരിയെന്ന് ചാനലുകാരും രാഷ്ട്രീയ നേതാക്കന്മാരും അവരവരുടെ രാഷ്ട്രീയ പക്ഷാഭേദത്തിനനുസരിച്ചും രാഷ്ട്രീയ നേട്ടത്തിനനുസരിച്ചും പറയുന്ന കാര്യങ്ങൾ മാത്രം കേട്ട് വിഴുങ്ങി വിശ്വസിച്ച് അവനവൻ്റെ സ്വയമായിട്ടുള്ള ബുദ്ധി ഒരു കാര്യത്തിലും രാഷ്ട്രീയ തിമിരം ബാധിച്ചതുകൊണ്ട്, രാഷ്ട്രീയമായ അന്ധമായിട്ടുള്ള രാഷ്ട്രീയ വിരോധം കൊണ്ട് മാത്രം ആഴത്തിൽ ചിന്തിക്കാതിരിക്കുന്ന അഭിപ്രായങ്ങളൊന്നും മാറത്തില്ല. എന്ന് മുതൽ ഞാൻ ഏത് പാർട്ടി വിശ്വസിക്കുന്നോ അവർ ചെയ്യുന്നതാണ് ശരി, അവർ ചെയ്യുന്നതെല്ലാം ശരിയാണ്. ഇതാണ് നമ്മുടെ ആളുകൾക്ക് പറ്റിയ ഏറ്റവും വലിയ പരാജയം എന്ന് പറയുന്നത്. നമ്മൾ ഏത് പാർട്ടിയുടെ ആശയങ്ങളെ വിശ്വസിച്ചാലും ആ പാർട്ടി ആ ആശയം പിന്തുടരുന്നുണ്ടോ, അതോ അവരുടെ ഇപ്പോഴത്തെ അവരെന്ത് പറഞ്ഞാണ് ഭരണത്തിൽ വന്നത്, പിന്നീട് അവരുടെ ചാനലൊക്കെ മാറിപ്പോയോ, അവരുടെ രാഷ്ട്രീയ സംഹിത എന്താണ്, വ്യക്തിത്വം എന്താണ്, അവരുടെ തത്വസംഹിത വല്ലതും അവർ ഫലത്തിൽ കൊണ്ടുവന്നോ എന്നൊക്കെ ഒന്ന് ആലോചിക്കാൻ സാമാന്യ ബുദ്ധിയുള്ള മനുഷ്യർ ചിന്തിക്കണം. അത് ചിന്തിക്കാതെ ഒരേ പത്രം തന്നെ വായിക്കുമ്പം, ഒരേ ചാനൽ തന്നെ കാണുമ്പം ഒരു രക്ഷയില്ല, അത് മാത്രം വിശ്വസിക്കുന്നത്. പിന്നെ ഒരേ ആളുകളുടെ പറയുന്ന വാക്കുകളും അവരുടെ അറിവാണ് നമ്മുടെ അറിവ്. അതല്ല, നമ്മുടേതായ അറിവും തീരുമാനവും വേണം നമുക്ക്. നമ്മൾ അറിവ് അനലൈസ് ചെയ്ത് പലതരത്തിൽ നമ്മൾ മനസ്സിലാക്കിയെടുത്ത് ഏതാണ് ശരി, രാജ്യത്ത് എന്താണ് നടക്കുന്നതെന്ന് ചുറ്റും ഒന്ന് കണ്ണോടിക്കാൻ നമ്മൾ തയ്യാറാവണം. അല്ലാതെ നമ്മൾ ഈ കിണറ്റിലെ തവളയായിട്ട്, എൻ്റെ ഒരു വീഡിയോ കണ്ടിട്ട് ഒരു കമൻറ്റ് വന്നായിരുന്നു, കിണറ്റിലെ തവളയാണോ എന്ന്. സമ്മതിച്ചു, ഞാൻ പക്ഷേ കിണറ്റിലെ തവളയല്ല, നിങ്ങളൊക്കെയാണ് അത്. അതുകൊണ്ടാണ് അത്തരം കമൻറ്റ് നിങ്ങൾ എഴുതാൻ തയ്യാറാവുന്നത്. കാരണം നിങ്ങൾ അതിനപ്പുറത്തോട്ട് നിങ്ങളുടെ ചിന്ത പോകുന്നില്ല. എവിടെ നിൽക്കുക, എവിടെ ആ പാർട്ടിക്കകത്ത് ഇങ്ങനെ അടിഞ്ഞു കൂട്ടി അവിടെ കിടക്കുക, കോൺഗ്രസിനകത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്തും. ഞാനും ആ ചിന്താഗതിയിലും ഒക്കെ ജീവിച്ചിട്ടുണ്ട്, വോട്ട് ചെയ്തിട്ടുമുണ്ട്. പക്ഷേ ശരി ഏതാണെന്ന് തോന്നുന്നു ശരിപക്ഷത്തേക്ക് മാറാനായിട്ട് എനിക്ക്
എനിക്ക് പറ്റും, എന്നെപ്പോലുള്ള അനേകം പേർക്ക് പറ്റും. അതുകൊണ്ടാണ് ഇന്ന് ശക്തമായ ഒരു മുന്നണി ഭരണം നമ്മുടെ അല്ലെങ്കിൽ ശക്തമായ ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടായതും ഭരിക്കാനിടയായതും. അപ്പം നമുക്ക് കാര്യത്തിലേക്ക് വരാം. നമുക്ക് നമ്മുടെ BJPയുടെ നേതൃത്വത്തിലുള്ള NDA മുന്നണിയുടെ പ്രകടന പത്രിക എന്താണെന്ന് നോക്കാം. കഴിഞ്ഞ 10 വർഷത്തെ എല്ലാം നടപ്പാക്കിയ സ്ഥിതിക്ക് അടുത്ത് വരുന്നത് എന്താണെന്നറിയാനൊരു ആകാംക്ഷ എനിക്കും നിങ്ങളെപ്പോലെ ഉണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. അടിസ്ഥാന സൗകര്യ വികസനത്തിലൂന്നിയതാണ് NDA മുന്നണിയുടെ പ്രകടന പത്രിക. സങ്കല്പ പത്ര എന്നാണ് പ്രകടന പത്രിക അവർ കൊടുത്തിരിക്കുക. അവരുടെ സങ്കല്പങ്ങളാണ്, പക്ഷേ സങ്കല്പങ്ങളെല്ലാം തന്നെ നടപ്പിലാക്കുകയും ചെയ്യും. നടപ്പിലാക്കുന്ന സങ്കല്പങ്ങളാണ് അവർക്കുള്ളത്. ഒന്നാമത് സ്ഥിരതയുള്ള സർക്കാരിന് വേണ്ടിയിട്ടുള്ള ശ്രമം. പിന്നെ ആദ്യമേ പറയുന്നത് റെയിൽവേയുടെ വികസനമാണെന്ന് തോന്നുന്നു കൂടുതലായിട്ട് പറഞ്ഞിരിക്കുന്നത്. റെയിൽവേ വികസനം, പുതിയ ട്രെയിനുകൾ, പുതിയ ട്രാക്കുകൾ, അതുപോലെ വൈദ്യുതീകരണം, റെയിൽവേ വൈദ്യുതീകരണം, അന്താരാഷ്ട്ര നിലവാരമുള്ള റെയിൽവേ സ്റ്റേഷനുകൾ, ഏതാണ്ട് 1300ഓളം സ്റ്റേഷനുകൾ നവീകരിക്കാനുള്ള തീരുമാനമുണ്ട്. ഇപ്പോൾ തന്നെ ഒരുപാടെണ്ണം നവീകരിച്ചു. അതുപോലെ തന്നെ വന്ദേ സ്ലീപ്പർ ട്രെയിനുകൾ വരികയാണ്. പിന്നെ ബുള്ളറ്റ് ട്രെയിൻസ്, നമ്മുടെ ആഗ്രഹമായിരുന്നു അതെല്ലാം, അതൊക്കെ നടപ്പിലാക്കാൻ പോവുകയാണ്. അതുപോലെ ഉയർന്ന ഫ്രീക്വൻസി ട്രെയിനുകൾ, പിന്നെ മെട്രോ നെറ്റ്വർക്ക് വികസനം, അതുപോലെ തന്നെ ഇപ്പോഴുള്ള ഒരു റെയിൽവേയുടെ ആപ്പുണ്ട്, അതൊരിക്കലും യൂസർ ഫ്രണ്ട്ലി അല്ല, അത് യൂസർ ഫ്രണ്ട്ലി ആക്കും. പുതിയത് ഒരു ചെറിയ കാര്യമാണോ അതെ, എന്നാൽ വലിയ കാര്യവുമോ, അങ്ങനെ ഏത് മൈനർ കാര്യങ്ങളിൽ വരെ BJP മുന്നണിയുടെ ഭരണകർത്താക്കളുടെ അവരുടെ ആർജവും ക്രിയാത്മകതയും ചെന്നെത്തിയിട്ടുണ്ട്. അവരുടെ വീക്ഷണം ഇവിടെല്ലാം അവരുടെ നോട്ടം പതിഞ്ഞിട്ടുള്ളതെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. വികസിത ഇന്ത്യയാണ് NDA മുന്നണിയുടെ ലക്ഷ്യം. സ്ത്രീകൾ, യുവാക്കൾ, അതുപോലെ കർഷകർ, പിന്നെ സമൂഹത്തിലെ ഏറ്റവും താഴ്ന്ന നിലവാരത്തിൽ ജീവിക്കുന്നവർ. എത്ര നാൾ നമ്മൾ പരിശ്രമിച്ചാലും കഴിഞ്ഞ 70 വർഷമായിട്ട് താഴ്ന്ന നിലവാരത്തിൽ കിടക്കുന്ന പാർശ്വവൽക്കരിക്കപ്പെട്ട അതായത് വികസനം എത്തി നോക്കാത്ത ഒരുപാട് മേഖലകളുണ്ട്. അത് പെട്ടെന്ന് ഒരു ദിവസം കൊണ്ടോ ഒരു വർഷം കൊണ്ടോ 10 വർഷം കൊണ്ടോ നമുക്ക് നേരെയാക്കി എടുക്കാനൊക്കത്തില്ല. 10 വർഷം കൊണ്ട് മോദിജിയുടെ ഗവൺമെൻറ് നേരെയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയുള്ള വർഷങ്ങൾ അദ്ദേഹത്തിന് തീർച്ചയായിട്ടും അതിന് സാധിക്കും, ബാക്കി പൂർണ്ണമാക്കാൻ വേണ്ടി. അതിനുള്ള തെരഞ്ഞെടുപ്പ് കൂടാണല്ലോ ഇത്. അപ്പം അങ്ങനെ യുവാക്കളാണല്ലോ നമ്മുടെ രാജ്യത്തിൻ്റെ ഭാവി നിർണ്ണയിക്കാൻ. ഇനിയും അവരെയാണ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ കേരളത്തിൽ നിന്നാണെ മുഴുവൻ യുവാക്കളും കേരളം വിട്ടുപോയി, ഇന്ത്യ വിട്ടു പോവുക. നമുക്കിനി തിരിഞ്ഞു നോക്കാനാവാത്ത ഒരവസ്ഥയിൽ കേരളത്തിൻ്റെ സ്ഥിതി മോശമായിക്കൊണ്ട് ആ യുവതയുടെ ബുദ്ധിയും അവരുടെ കഴിവും അവരുടെ ക്രിയാത്മകയും അവരുടെ ശേഷിയും ചേമുഷിയും എല്ലാം നമ്മുടെ രാജ്യത്തിന് ഉപകാരപ്പെടാതെ പോവുക. കേരളത്തിൻ്റെ ഈ വികസന മുരടിപ്പ് കാരണമാണ് അവരിത്രയും വിദേശ രാജ്യങ്ങളിലേക്ക് പോകാനായിട്ട് ഇടയായത്. അപ്പോൾ നമ്മുടെ സ്ത്രീകളെ, യുവതികളെ, അവരുടെ എല്ലാം യുവതികളെ, അതുപോലെ വൃദ്ധജനങ്ങളെ, എല്ലാവരുടെയും സമൂഹത്തിൻ്റെ എല്ലാ രംഗത്തുമുള്ള ആളുകളുടെ അഡ്രസ്സ് ചെയ്യപ്പെടുന്ന ഒരു പ്രകടന പത്രികയാണിത്. അതായത് വീടില്ലാത്തവർക്ക് ഇപ്പം തന്നെ ഒരുപാട് വീട് PMY യോജന അനുസരിച്ച് PMY പ്രധാനമന്ത്രി യോജന അനുസരിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി 3 കോടി വീടുകളാണ് ഈ പ്രകടന പത്രികയെ പറഞ്ഞിരിക്കുന്നത്. അതും തീർച്ചയായിട്ടും നടപ്പാക്കാൻ പറ്റും. അതുപോലെ സീറോ വൈദ്യുതി ബിൽ, സോളാറൊക്കെ സിസ്റ്റം കൊണ്ടുവരാനായിരിക്കണം. വൈദ്യുതി ചാർജ് വാങ്ങിക്കാതെ തന്നെ വൈദ്യുതി എത്തിക്കുന്ന പദ്ധതി. പിന്നെ 2 കോടി കർഷകർക്ക് പ്രയോജനം വരുന്ന ശ്രീ അന്ന പദ്ധതി. അന്നം എന്ന് പറഞ്ഞാൽ നമുക്ക് ആഹാരം എന്ന ആ പദ്ധതി 2 കോടി കർഷകർക്കാണ് അതുകൊണ്ട് പ്രയോജനം ഉണ്ടാകാൻ പോകുന്നത്. അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ന്യായമായ വില ലഭിക്കും. അതായിരിക്കണം 2 കോടി പിന്നെ കർഷകർക്ക് പ്രയോജനം വരുന്ന ശ്രീ അന്ന പദ്ധതി കൊണ്ടുവരും. പിന്നെ അതുപോലെ തന്നെ ഇപ്പം തന്നെ അറിയാമല്ലോ, ഒരു കൃഷിയും ഒന്നുമില്ലാത്ത എല്ലാ എതിർ പാർട്ടികളും മോദി ചേച്ചിത്തെ വിളിച്ചുകൊണ്ടിരിക്കുന്നവരുടെ വീട്ടിലെല്ലാം 6000 രൂപ എത്തുന്നുണ്ട്. കറണ്ട് രസീതും കൊണ്ടുപോയിട്ട് എല്ലാവരും വാങ്ങിക്കുന്നുണ്ട്. അതിന് യാതൊരു തർക്കവുമില്ല. ഇന്ന് വരെ ഈ 70 വർഷത്തിനിടെ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഒരു വീടിന് ഇന്ത്യ മഹാരാജ്യത്തുള്ള ഒരു കേന്ദ്രഭരണ സംവിധാനത്തിൽ നിന്ന് ഒരു നായാ പൈസയെങ്കിലും വ്യക്തികളുടെ അക്കൗണ്ടിൽ വന്നിട്ടുണ്ടോ? അതുപോലെ ഏതെങ്കിലും എല്ലാ വ്യക്തികൾക്കും ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിട്ടുണ്ടോ? ഇനി എവിടെ തിരിഞ്ഞൊന്ന് നോക്കിയാലും എല്ലാം നമുക്ക് ഡിജിറ്റൽ പേ ചെയ്യാനുള്ള ഗൂഗിൾ പേയും GPayയും കരിക്കച്ചവടക്കാരൻ്റെ അവിടെ മീൻ കച്ചവടക്കാരൻ്റെ അടുത്ത്, ബേക്കറിയുടെ അടുത്തോട്ട്, ഉപ്പേരി കടക്കാരൻ്റെ അടുത്തോട്ട് സകലമാനം പേരുടെ കയ്യിലും ഗൂഗിൾ പേ ഉണ്ട്. നമുക്ക് പൈസ കൊടുക്കാനും വാങ്ങിക്കാനുമുള്ള ഇത്തരം ഒരു സംവിധാനം നമുക്ക് സ്വപ്നം കണ്ടതാണോ ഇത് വല്ലതും? അപ്പോൾ എന്തെല്ലാം തരത്തിലാണ് ഭാരതത്തിന് വികസനം ഉണ്ടായിട്ടുള്ളത്. ഇതൊന്നും ആരും കാണത്തില്ല. ഇതെല്ലാവരും അതുപോലെ അംബാനി അദാനിയും കുറ്റം പറഞ്ഞിട്ട് ജിയോ ഉപയോഗിക്കുന്നതിന് യാതൊരു വിഷമവും ഇല്ല താനും. അപ്പോൾ ആ ഒരു കാര്യം അതവിടെ നിൽക്കട്ടെ. ഇതെല്ലാം മോദിജി ഭരണത്തിന് വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ള താഴേക്കിടത്തിട്ടുണ്ടായിട്ടുള്ള വികസനമാണെന്ന് ഞാൻ സൂചിപ്പിച്ചെന്നേ ഉള്ളൂ. പിന്നെ
ജൂൺ 4-ന്, അതായത് 2024 ജൂൺ 4-ന് ഫലം വന്നു കഴിഞ്ഞാൽ 100 ദിനത്തിനുള്ളിൽ നടപ്പാക്കേണ്ട കർമ്മ പദ്ധതി ഇപ്പോഴേ തീരുമാനിച്ച് വെച്ച് കഴിഞ്ഞിരിക്കുന്നു. പിന്നെ ഇനിയും പ്രകടന പത്രികയിൽ എടുത്തു പറയേണ്ട ചില പോയിൻറ്റ്സ് മാത്രം പറഞ്ഞു പോകാൻ സമയം അധികം എടുക്കണ്ടെന്ന് വിചാരിക്കുന്നു. ഒന്ന്, ലക്ഷാധിപതി ദീദി. അപ്പോൾ ദീദി എന്ന് പറഞ്ഞ സഹോദരി എന്നും ഒക്കെ ആയിരിക്കണം. ഹിന്ദി നമുക്ക് അത്ര വശമില്ലല്ലോ. എന്തായാലും കൊള്ളാം. ഭാരതത്തിൽ ആകമാനമുള്ള ഏറ്റവും വരുമാനം കുറഞ്ഞ സ്ത്രീകൾക്കെല്ലാം 1 ലക്ഷം രൂപയെങ്കിലും ബാങ്ക് അക്കൗണ്ടിൽ അവർക്ക് ലഭിക്കത്തക്കവണ്ണമുള്ള അവരെ അത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ അവരെ ഏണിംഗ് മെമ്പർ ആക്കുക എന്നുള്ളത്. അത് എല്ലാവരുടെയും വീട്ടിൽ 1 ലക്ഷം രൂപ അയച്ചു കൊടുക്കുമെന്ന് പറഞ്ഞിട്ടില്ല. അതിനി പുറകാലെ കോൺഗ്രസ് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ കൊടുക്കാമെന്ന്. പിന്നെ 2025 ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ പ്രകടന പത്രികയിൽ ത്രസിപ്പിക്കുന്ന പ്രകടന പത്രിക എന്ന് വേണം പറയാൻ. അതായത് ഒരു രാജ്യം, ഒരു തെരഞ്ഞെടുപ്പ്, ഒരു വോട്ടർ പട്ടിക. ഇന്ത്യയിൽ അത് ആവശ്യമാണ്. കാരണം ഈ ഒരു തെരഞ്ഞെടുപ്പ് അല്ലാതെ പല തെരഞ്ഞെടുപ്പ് നടക്കുന്നതുകൊണ്ട് കോടിക്കണക്കിന് എത്ര പറഞ്ഞാലും തീരാത്ത അത്ര രൂപയാണ് ചെലവഴിച്ച് കളയുന്നത് ഓരോ തെരഞ്ഞെടുപ്പിനും. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും എല്ലാം ഒരുപോലെ നടക്കുകയാണെങ്കിൽ അത് നടത്തി വരാൻ കുറച്ച് ബുദ്ധിമുട്ട് കാണും. എങ്കിലും കുറേ കാലം കൊണ്ട് അത് നമുക്ക് പ്രാവർത്തികമാക്കാവുന്നേ ഉള്ളൂ. അതിലേക്കുള്ള ഒരു സ്റ്റെപ്പാണ്. അത് നടപ്പാക്കുമെന്ന് തന്നെയാണ് മോദിജി പറയുന്നത്, അല്ലെങ്കിൽ മോദിജിയുടെ ഗവൺമെൻറ് പറയുന്നത്, അല്ലെങ്കിൽ ഇപ്പോഴത്തെ NDA മുന്നണിയുടെ പ്രകടന പത്രികയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഐറ്റം തന്നെയാണ്. അതായത് ഒരേ വോട്ടർ പട്ടിക മതി, പലയിടത്ത് കള്ളവോട്ട് ചെയ്യാൻ ഇനിയും പറ്റത്തില്ല. അതുപോലെ തന്നെ പിന്നെ രാജ്യത്താകമാനം ഒരേ തെരഞ്ഞെടുപ്പ് നടത്തുക എന്നുള്ളതും. ഒരു രാജ്യം, ഒരു തെരഞ്ഞെടുപ്പ്, ഒരു വോട്ടർ പട്ടിക. പിന്നെ അടുത്തത് ലോകത്തെ 3ാമത്തെ സമ്പദ് വ്യവസ്ഥയാക്കണം ഭാരതത്തെ. ഇപ്പോൾ 5ാമത്തെയാണ്, ഇനി 3ാമത്തെ ആക്കണം. കോവിഡ് കാലത്തെല്ലാം നമുക്കറിയാം എല്ലാ രാജ്യങ്ങളും സാമ്പത്തികമായിട്ട് എല്ലാ തരത്തിലും തകർന്നടിച്ചപ്പം നമ്മുടെ എല്ലാ രംഗത്തും നമുക്ക് ഒരു തകർച്ച ഉണ്ടായിട്ടില്ല. സ്റ്റേബിളായിട്ട് നിലനിർത്താനായിട്ട് കേന്ദ്ര ഗവൺമെൻറ്റിന് കഴിഞ്ഞു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. നമുക്കിവിടെ അത്രയ്ക്ക് ബുദ്ധിമുട്ടുകളൊന്നും ഒരു കാര്യത്തിനും കോവിഡ് കാലത്തുണ്ടായില്ല എന്നുള്ളതാണ്. പിന്നെ എന്നാൽ ബിസിനസ്സും കാര്യങ്ങളും ഒക്കെ കുറച്ച് തകർച്ചയിൽ വന്നെന്ന് പറഞ്ഞാലും നമ്മുടെ സാമ്പത്തികമായ സ്റ്റെബിലിറ്റി ഒരിക്കലും താഴോട്ട് പോയില്ല. അതുകൊണ്ടാണല്ലോ 5ാമത്തെ സ്ഥാനം ലോകരാജ്യങ്ങൾക്കിടയിൽ സാമ്പത്തിക സ്റ്റാറ്റസ് നോക്കുമ്പോൾ 5ാമത്തെ സ്ഥാനം ഭാരതത്തിന് ലഭിക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അതിന് 3ാം സ്ഥാനത്തേക്ക് വരണം, പിന്നീട് 1ാം സ്ഥാനത്തേക്കും വരണം കാലക്രമത്തിൽ. നമ്മുടെ ആഗ്രഹമാണ് നമ്മുടെ രാജ്യം എല്ലാ രാജ്യത്തെക്കാളിലും മുന്നിൽ നിൽക്കണം. അതാണ് ഏതൊരു ഭാരതീയനും ആഗ്രഹിക്കേണ്ടത്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഇന്ത്യയെ ആഗോള ഉൽപ്പാദന കേന്ദ്രമായിട്ട് മാറ്റുക. ഇപ്പോൾ വിപണിയാക്കി മാറ്റിയിരിക്കുക. കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ഇപ്പോഴും അതുണ്ട്, അത് പെട്ടെന്ന് മാറത്തുമില്ല. കുറേയൊക്കെ നമ്മുടെ ഗവൺമെൻറ് തീരുമാനിച്ചു കുറേ ചൈനീസ് ഉൽപ്പന്നങ്ങളൊക്കെ നിരോധിച്ചെങ്കിൽ പോലും കളിപ്പാട്ടം മുതൽ സൂചി മുതൽ സർവമാന കാര്യങ്ങൾ, ഉപ്പ് തൊട്ട് കർപ്പൂരവും നല്ല പറയേണ്ടത് അതിനെക്കാട്ടിക്ക് വലുതാണ്. സർവമാന സാധനങ്ങളും ചൈനയുടെയാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ഗൾഫ് രാജ്യങ്ങളിലെ വിപണിയിലെല്ലാം അതാ കിട്ടുന്നത്. എല്ലാ രാജ്യങ്ങളിലും അക്കൂട്ടത്തിലാണ് അവർ കോവിഡും എല്ലാവർക്കും തന്നത്. അപ്പോൾ ചൈനക്കാരെ അങ്ങനെയാണ് അവർ സാമ്പത്തികം ഉണ്ടാക്കിയത്. അപ്പം നമ്മുടെ രാജ്യത്തിന് അത് സാധിക്കുന്നില്ല. ഇപ്പം കഴിഞ്ഞ 10 വർഷമായിട്ട് അതിലേക്കുള്ള ചുവടുവെപ്പായിട്ടുണ്ട്. ഓരോ ക്രാഫ്റ്റ്സ് വർക്കെല്ലാം കുടിൽ വ്യവസായങ്ങളും ഒക്കെ ആയിട്ട് അത് ഒരു ചെറിയ ശ്രമം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിനെ ഒന്ന് നല്ലോണം ഉയർത്തി വിട്ടിട്ട് ആഗോള ഉൽപ്പാദന കേന്ദ്രമായിട്ട് ഭാരതത്തെ മാറ്റണം. നമ്മുടെ സാധനങ്ങൾ ലോകം മുഴുവൻ വിറ്റഴിക്കപ്പെടണം. അങ്ങനെ നമുക്ക് പണം വരണം. അല്ലാതെ നമ്മുടെ പണം അങ്ങോട്ട് പോവുകയല്ല വേണ്ടത് എന്നുള്ള ഒരു തീരുമാനം. അത്തരം തീരുമാനങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ധീരമായ തീരുമാനങ്ങളാണ്, ക്രിയേറ്റീവായിട്ടുള്ള തീരുമാനങ്ങൾ. അങ്ങനെ ഒരു കാര്യം പ്രകടന പത്രിക പറഞ്ഞിട്ടുണ്ട്. പിന്നെ പകർച്ചവ്യാധികളുടെ രോഗങ്ങൾ മുതലായവയ്ക്കുള്ള പ്രതിരോധ കുത്തിവയ്പ്പുകളുടെ ഗവേഷണം നടത്തുക, അതിനെ തടയാൻ ശ്രമിക്കുക. പിന്നെ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുള്ള ഒരു കാര്യം സെർവിക്കൽ ക്യാൻസർ. പക്ഷെ ഞാൻ അങ്ങനെ അതെനിക്ക് അതിൻ്റെ കാര്യം മാത്രം പറഞ്ഞ് എന്താണെന്ന് ഞാൻ ആലോചിച്ചു. പക്ഷേ ഒരുപക്ഷെ ഇന്ത്യയിൽ നിന്ന് ഒരുപാട് പേർക്ക് അതുണ്ടാവുമായിരിക്കും, അല്ലെങ്കിൽ അത് മാരകമായിരിക്കും. സെർവിക്കൽ ക്യാൻസർ ഏതായാലും കേരളത്തിൽ പലവിധ ക്യാൻസറുകൾ ഏറ്റവും കൂടുതലുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ക്യാൻസർ രോഗികൾ ഒരുപക്ഷെ കേരളത്തിൽ തന്നെ ആയിരിക്കും. അപ്പോൾ സെർവിക്കൽ ക്യാൻസറിനെ പറ്റിയുള്ള അവബോധം വളർത്താനുള്ള പദ്ധതികളുണ്ട്. പ്രകടന പത്രികയിലാന്ന് പറയണം ഇത്തരം കാര്യങ്ങൾ, എന്തെല്ലാം മൈന്യൂട്ട് കാര്യങ്ങളാണ് ശ്രദ്ധിച്ചിട്ടുള്ളത്. പിന്നെ സ്ത്രീകളുടെ ഉന്നമനം ലക്ഷ്യം വെച്ച് അതറിയാമല്ലോ, ട്രിപ്പിൾ തലാഖൊക്കെ നിർത്തലാക്കി സ്ത്രീ സംവരണം തെരഞ്ഞെടുപ്പിലൊക്കെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പറയുന്നതല്ലാതെ വർഷങ്ങളായിട്ട് അവർ പാർലമെൻറ്റിൽ പാസ്സാക്കാതെ മൂടി വെച്ച് സ്ത്രീകളെ രാഷ്ട്രീയത്തിൽ കൊണ്ടുവരാതെ പറ്റിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അതിനൊരു മാറ്റം വന്നു, നിയമം പാസ്സായി. ഇനി അത് ശരിയായിട്ട് ആക്ടിവേറ്റായി വരണം. എങ്കിൽ തന്നെ BJP എല്ലായിടത്തും കേരളത്തിലും അഖിലേന്ത്യാ തലത്തിലെല്ലാം പ്രഗത്ഭരായ വനിതകളെ സ്ഥാനാർത്ഥികളായി നിർത്തുകയും പ്രഗത്ഭരായ വനിതകൾ ഭരണസിരാ കേന്ദ്രങ്ങളിൽ എത്തുകയും ചെയ്തിട്ടുള്ളത് ഇപ്പം തന്നെ നമുക്കറിയാവുന്ന കാര്യമാണ്.
ഉദാഹരണമായിട്ട് സ്മൃതി ഇറാനി, നിർമ്മല സീതാരാമൻ പ്രതിരോധ മന്ത്രിയായിരുന്ന ഇപ്പം ധനകാര്യമന്ത്രിയായിട്ട്. അപ്പോൾ ഇനി അടുത്ത് വരുന്നുണ്ട് ആന്ധ്രയിലൊരു മാധവി ലത OYC എന്ന് പറയുന്ന ഇവിടുത്തെ മഹാനായിട്ടുള്ള പ്രതിപക്ഷത്ത് ഇരുന്നുകൊണ്ട് ഇപ്പോൾ പ്രധാനമന്ത്രി വരെ ആകാൻ ആഗ്രഹിക്കുന്ന ഒരു മത നേതാവാണ്. ചിത്രത്തിൻ്റെയും ഭിന്നിപ്പിക്കലിൻ്റെയും ഒക്കെ ആളായിട്ടുള്ള OYCക്കെതിരെയായിട്ടാണ് മാധവി ലത അവരുടെ തട്ടകത്തിൽ ചെന്നിട്ടാണ് പ്രവർത്തിച്ചുകൊണ്ട് കഴിഞ്ഞ 20 വർഷമായിട്ട് സാമൂഹ്യ പ്രവർത്തന രംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ധീര വനിത. മോദിജി കണ്ടെത്തിയ OYCക്കെതിരെയുള്ള സ്ഥാനാർത്ഥിയാണ്. അവർക്ക് സർവ്വ വിജയങ്ങൾ ഈ സമയത്ത് ഞാൻ ആശംസിക്കുക. ഇത്രയും കഴിവുള്ള വനിതകളൊക്കെ ഉണ്ടോ നോക്കുക. അപ്പോൾ സ്ത്രീകളുടെ ഉന്നമനത്തിനായിട്ട് മോദിജി ഒരുപാട് പരിപാടികൾ കൊണ്ടുവന്നു, പ്രായോഗിക തലത്തിൽ അത് നടപ്പാക്കി. ഇനിയും പുതുതായിട്ടും സ്ത്രീകളുടെ ഉന്നമനത്തിനായിട്ട് പുതിയ പദ്ധതികൾ, മഹിളാശക്തി വന്ദൻ നിയമം പാസ്സാക്കുക. അപ്പം മഹിളകൾക്കെതിരെയുള്ള എല്ലാവിധ കുറ്റകൃത്യങ്ങൾക്കും തടയിടാൻ ആ ഒരു നിയമം പ്രയോജനപ്പെടുമെന്ന് കരുതാം. പിന്നെ അതുപോലെ ശുചിമുറികൾ സ്ത്രീകൾക്ക് വേണ്ടി കൂടുതലായിട്ട് അതുപോലും പ്രകടന പത്രികയിലുണ്ട്. നമ്മുടെ മോദിജി ശുചിമുറി നിർമ്മിക്കുകയും ചൂലെടുത്ത് നടന്നുകൊണ്ട് മാലിന്യമെല്ലാം മാലിന്യം കളയുവാണല്ലോ, ഇന്ത്യയിലെ മാലിന്യമെല്ലാം കളയുവാണ് അദ്ദേഹത്തിൻ്റെ പരിപാടി. അപ്പോൾ ശുചിമുറിയിലൂടെയും ചൂലും ഒക്കെ ആയിട്ട് പിന്നെ ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം സഞ്ചരിക്കുന്നവർക്ക്, മറ്റ് രാജ്യങ്ങളിലൊക്കെ പോയിട്ടുള്ളവർക്കറിയാം, അവിടുത്തെയൊക്കെ ശുചിത്വവും ശുചിമുറികളും കണ്ടാലും നമ്മൾ കൊതിച്ചു പോകും. അത്രയൊന്നും വന്നില്ലെങ്കിലും പടിപടിയായിട്ട് വരണമെങ്കിൽ അതിനൊരു സ്റ്റെപ്പ് എടുത്തത്, അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങി വെച്ചത് നമ്മുടെ പ്രധാനമന്ത്രി മോദിജി തന്നെയാണ്. അപ്പോൾ ഇന്ന് ഏതൊരു പെട്രോൾ പമ്പിലും നമുക്ക് ധൈര്യമായിട്ട് കയറി ചെന്നിട്ട് പിന്നെ നമ്മുടെ അത്യാവശ്യം പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാനായിട്ട് സാധിക്കും. അതേസമയം മുൻപ് അത് സാധിക്കത്തില്ല. അവർക്ക് നിയമം വഴി അവർക്ക് ഓർഡർ കൊടുത്തിട്ടുണ്ട്. അത് നിയമപരമായിട്ട് നമുക്കത് തന്നേ പറ്റൂ. മുമ്പാണെങ്കിൽ അവർ താക്കോല് തരത്തില്ല, നല്ല ബാത്റൂമിൻ്റെ താക്കോല് കൂട്ടി അവർ ഓഫീസിൽ വെക്കും. ഇന്ന് സ്ഥിതി മാറി. ഇതിനൊക്കെ ആരാ കാരണക്കാരൻ? അത് മനസ്സിലാക്കാനായിട്ട് നമ്മുടെ ആളുകൾക്ക് ഇതുവരെയും കഴിഞ്ഞിട്ടില്ലെന്നുള്ളത്. സൗകര്യങ്ങളെല്ലാം ഉപയോഗിക്കും, പക്ഷേ ആരാ ഇത് നടത്തിയത്? മുന്നോട്ട് നടന്ന് കിട്ടണമെങ്കിൽ ആര് വരണം? അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പോൾ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്താനും അവരുടെ അന്തസ്സ് ഉയർത്താനും പറ്റുന്ന നിയമങ്ങളൊക്കെ കൊണ്ടുവരിക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ കടമയായിട്ട് അദ്ദേഹം കരുതി അത് നടത്തി പോരുവാണ്. പിന്നെ കുടിയേറ്റ തൊഴിലാളി, നമ്മുടെ അതിഥി തൊഴിലാളികളുണ്ടല്ലോ, അപ്പോൾ അതുപോലെ എല്ലാ സംസ്ഥാനത്തും ഉണ്ട്. അന്യരാജ്യത്തു നിന്നുള്ള വിഘടനവാദികളും ഭീകരവാദികളും ഒക്കെ അതിനകത്ത് കൂടി ചേർന്നിട്ടുണ്ട്. അതിഥികളാണെന്നും പറഞ്ഞ് വന്ന് കുറേ എണ്ണം അക്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരെയൊക്കെ ഒന്ന് ഒതുക്കണമെങ്കിൽ അവരുടെയൊക്കെ ഡീറ്റെയിൽസ് വേണം. കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ട് പെട്ടെന്ന് രക്ഷപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഡീറ്റെയിൽസൊക്കെ ഉള്ള ഒരു പോർട്ടൽ തയ്യാറാക്കാനായിട്ട് ഈ പ്രകടന പത്രികയിൽ അതുവരെയും പറഞ്ഞിട്ടുണ്ട്. പിന്നെ പ്രധാനപ്പെട്ട എല്ലാ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ഇതിനകത്ത് ഉണ്ടെന്നുള്ളതാണ് പ്രത്യേകത. പിന്നെ രാജ്യത്തിന് 4 ദിക്കിലേക്കും ബുള്ളറ്റ് ട്രെയിൻ കൊണ്ടുവരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന് മഹാരാഷ്ട്രയിൽ നിന്ന് അഹമ്മദാബാദിലോട്ട് വർക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് അതിവേഗത്തിൽ ഓടുന്ന ജപ്പാനിലെയോ ജർമ്മനിയിലെയോ റഷ്യയിലെയോ അമേരിക്കയിലെയോ ഒക്കെ പോലെ ട്രെയിനിലൊന്ന് കയറി പോകാമെന്ന്. അതും മോദിജി സാധിച്ചു തരുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. പിന്നെ ട്രാൻസ്ജെൻഡേഴ്സിനെ അവഗണിക്കപ്പെട്ട് കിടന്ന ഒരു സമൂഹമാണ്. അവർക്ക് ആയുഷ്മാൻ യോജന പദ്ധതിയിൽ അവരെ കൂടെ ഉൾപ്പെടുത്തി. അപ്പം മുൻപ് ഉൾപ്പെടുത്തിയിട്ടില്ലായിരുന്നു എന്ന് തോന്നുന്നു. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള വേറൊന്ന് ബഹിരാകാശ ഗവേഷണ നിരീക്ഷണ കേന്ദ്രങ്ങൾ. അപ്പോൾ അവയുടെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുകയും അതുപോലെ ചന്ദ്രനിലേക്ക് ആളുകളെ അയക്കുന്നതിനും സൂര്യനിലും ഉത്തരധ്രുവത്തിലും ദക്ഷിണധ്രുവത്തിലും ഒക്കെ എത്തിയ നമ്മുടെ ബാഹ്യാകാശ ഗവേഷണ രംഗം അത് വീണ്ടും അതിൻ്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്താനുള്ള പദ്ധതികളും ഈ പ്രകടന പത്രികയിലുണ്ട്. ഒരു അന്താരാഷ്ട്ര സ്റ്റേഷൻ ബാഹ്യാകാശത്ത് റഷ്യയ്ക്കും അതുപോലെ US-നും മാത്രമേ ഉള്ളായിരുന്നു, നാസയ്ക്കേ ഉള്ളായിരുന്നു. ഇപ്പം നമ്മുടെ ഇന്ത്യക്കും അതുപോലെ ബാഹ്യാകാശത്തൊരു അന്തരീക്ഷ സ്റ്റേഷൻ ഉണ്ടാക്കണമെന്നാണ് മോദിജിയുടെ ആഗ്രഹം. അത് നടക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. മോദിജി വരട്ടെ. പിന്നെ UN-ലെ സ്ഥിരാംഗത്വം നമുക്കും സാധാരണക്കാരൻ അതൊന്നും വലിയ അറിവുള്ള കാര്യങ്ങളല്ലായിരിക്കും, പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ്. ഇത്രയും ലോകത്തിലെ 1ാമത്തെ ജനാധിപത്യ രാജ്യമായിട്ടുള്ള ഭാരതത്തിൽ വലിയ വലിയ പ്രതിഭകളും പ്രതിഭാശാലികളും ശക്തരും ഒക്കെ രാജ്യം ഭരിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഈസി ആയിട്ട് സ്ഥിരാംഗത്വം കിട്ടുമായിട്ടും ചൈനയ്ക്ക് വേണ്ടിയിട്ട് അത് നഷ്ടപ്പെടുത്തിയെന്നാണ് പറയുന്നത്. എന്തായാലും കിട്ടിയിട്ടില്ല എന്നുള്ളൊരു സത്യം. ഇപ്പം ഈ സ്ഥിരാംഗത്വം ഒന്നും ഇല്ലാഞ്ഞിട്ട് ഇന്ന് മോദിജിയുടെ വാക്കുകൾക്ക് വേണ്ടി കാതോർക്കുവാണ് റഷ്യയിലെയും അമേരിക്കയിലെയും ഇസ്രായേലിലെയും അതുപോലെയുള്ള യൂറോപ്യൻ രാജ്യങ്ങളിലെ ഭരണാധികാരികളൊക്കെ തന്നെ. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് ചെവി ഓർക്കാൻ അവർക്ക് സമയമുണ്ട്, അവർക്ക് ആവശ്യകതയുണ്ട്, അവർക്ക് ബോധമുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ വാക്കുകൾക്ക് അവിടെ വിലയുണ്ട്.
അപ്പോൾ ഇനി നമുക്ക് സ്ഥിരാംഗത്വം കൂടെ വേണം. യുഎൻഒ തന്നെ പഴകി തുരുമ്പെടുത്ത ഒരു സംവിധാനമാണ്, അതിനെ പരിഷ്കരിക്കുകയും കൂടെ വേണം. അതിനെല്ലാം നമുക്ക് മോദിജി വീണ്ടും അധികാരത്തിൽ വരണം, അല്ലെ BJP വീണ്ടും അധികാരത്തിൽ വരണം. ഇനിയുണ്ട് ഒരുപാട് പ്രകടന പത്രിക പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ പ്രകടന പത്രിക പറഞ്ഞ് എല്ലാ കാര്യങ്ങളും നടപ്പിലാക്കിയ മോദിജി ഗവൺമെൻറ് ഇപ്രാവശ്യം പറഞ്ഞിരിക്കുന്ന ഇപ്രാവശ്യം നടപ്പിലാക്കാൻ നിയമം പാസ്സാക്കി കഴിഞ്ഞു. ചില ഒരു സംസ്ഥാനത്ത് നടപ്പിലാക്കി CAA. അതായത് അതെല്ലാവർക്കും അറിയാം. അതിൻ്റെ പേരിലുണ്ടായ കാര്യങ്ങളൊന്നും അറിയാൻ വയ്യാതെ ഉണ്ടാക്കിയ സമരങ്ങളും ആഭ്യന്തര കലഹങ്ങളും എല്ലാം എല്ലാവർക്കും. അപ്പോൾ CAA നടപ്പാക്കുക, ഫുള്ളായിട്ട് അത് പ്രാബല്യത്തിൽ കൊണ്ടുവരും. നിയമമാണല്ലോ, പിന്നെ ഓൾറെഡി നിയമമാണ്. പിന്നെ UCC, യൂണിഫോം സിവിൽ കോഡ്, അതായത് രാജ്യത്തെ എല്ലാ പൗരനും ഒരേ നിയമം വഴി, ഓരോ മതക്കാർക്ക് അവരുടെ സൗകര്യത്തിനനുസരിച്ച് നിയമം വേണ്ട. എനിക്കും നിനക്കും നിങ്ങൾക്കും ഞങ്ങൾക്കും എല്ലാം ഒരേ നിയമം. കുറ്റത്തിനാണെങ്കിലും മറ്റു കാര്യങ്ങൾക്കാണെങ്കിലും അവകാശങ്ങൾക്കാണെങ്കിലും, കുറ്റകൃത്യങ്ങൾ ചെയ്താലും അവകാശങ്ങൾക്കാണെങ്കിലും എല്ലാത്തിനും ഒരേ നിയമം വേണം. അപ്പോൾ ഇതിൻ്റെ ഉപയോഗം, സ്വത്തവകാശമൊക്കെ സ്ത്രീകൾക്ക് അതിനകത്തൊക്കെ കുറേ വ്യത്യാസങ്ങൾ വരുത്തുന്നുണ്ട്. അവരുടെ അവകാശങ്ങൾ ഹനിക്കപ്പെടുന്നുണ്ട് സ്വത്തവകാശത്തിൽ. അപ്പോൾ അതൊക്കെയും പരിപാലിക്കപ്പെടാനും കുടുംബ ബന്ധങ്ങളുണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാനും പിന്നെ ഒന്നിൽ കൂടുതൽ വിവാഹം കഴിക്കുന്നതിനും എല്ലാം തടസ്സമാക്കുന്ന ഈ യൂണിഫോം സിവിൽ കോഡ്. അതുകൊണ്ടാണല്ലോ ചില മതവിഭാഗക്കാർക്കും അവരെ സപ്പോർട്ട് ചെയ്യുന്നത്. അവരൊന്നും പറയുന്നില്ല, സത്യത്തിൽ അവരൊന്നും പറയുന്നില്ല. അവരെ വെറുതെ ഇട്ട് വട്ടം കളിപ്പിച്ച്, അവരെ കൊണ്ട് പാട്ട കൊട്ടിപ്പിച്ച്, അവരെ അവർക്ക് പ്രശ്നമാണെന്ന് വരുത്തി തീർക്കുന്നത് നമ്മുടെ രാജ്യത്തെ ഒരു വിഭാഗം രാഷ്ട്രീയക്കാരാണ്. വെറുതെ ഒരു സമുദായത്തിനും ഇവിടെ പ്രത്യേകതയൊന്നുമില്ല. ഇവിടെ ആർക്കും പ്രീണനവും വേണ്ട, എല്ലാവർക്കും ഒരു നിയമം മതി, എല്ലാവർക്കും ഒരു അവകാശം മതി. ഇപ്പം ന്യൂനപക്ഷമെന്നോ ഭൂരിപക്ഷമെന്നോ ഭൂരിപക്ഷമാണെന്നും പറഞ്ഞ് ആർക്കും ഒന്നും കൊടുത്തിട്ടില്ല മോദിജി. ന്യൂനപക്ഷത്തിൻ്റെ അവകാശമെല്ലാം കവർന്നെടുക്കുന്നെന്നും പറഞ്ഞാണ് ഒരു വശത്തൂടെ പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ്. അപ്പോൾ UCC എന്തായാലും നടപ്പിലാക്കും, CAA എന്തായാലും നടപ്പിലാക്കും. അത് ഓൾറെഡി നടപ്പിലാക്കി വരുന്നു എന്ന് വേണം പറയാൻ. അപ്പോൾ ഇനി പ്രകടന പത്രികയിൽ ഞാൻ പറയാത്ത അനേക കാര്യങ്ങളുണ്ട്. അതെല്ലാം നമ്മുടെ രാജ്യത്തിൻ്റെ സമഗ്രമായ വികസനത്തിനും, നമ്മുടെ രാജ്യത്തെ പൗരൻ്റെ അവകാശ സംരക്ഷണത്തിനും, നമ്മുടെ രാജ്യത്തിൻ്റെ അതിർത്തി സംരക്ഷണത്തിനും, നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്കും എല്ലാം ഉതകുന്ന, പ്രയോജനപ്പെടുന്ന ക്രിയാത്മകമായിട്ടുള്ള, വസ്തുനിഷ്ഠമായിട്ടുള്ള, പുരോഗമനപരമായിട്ടുള്ള, ആധുനികവൽക്കരണത്തിൻ്റെ, വികസനത്തിൻ്റെ, നന്മയുടെ ഒക്കെ ഒരു പ്രകടന പത്രികയാണ് നമ്മുടെ NDA മുന്നണി BJP പുറത്തിറക്കിയിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം നടപ്പിലാകാൻ വേണ്ടി നമുക്ക് നമ്മുടെ പൗരത്വ അവകാശം, അതാണല്ലോ, വോട്ടവകാശമാണ് നമ്മുടെ പ്രധാന അവകാശം. അതെല്ലാം ഒന്നുമില്ല. അപ്പോൾ അത് നമ്മൾ ഉപയോഗിക്കുക. ഇനി നമുക്ക് കോൺഗ്രസിൻ്റെ പ്രകടന പത്രിക കൂടെ ഒന്ന് നോക്കിയിട്ട് പെട്ടെന്ന് നിർത്താം. കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയും അവർ ഇറക്കിയിട്ടുണ്ട്. സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും പിന്നെ ഖാർഗെയും പിന്നെ അഴിമതി വീരനായിട്ടുള്ള ചിദംബരമൊക്കെ കൂടെ ചേർന്നൊരു പ്രകടന പത്രിക അവർ ഇറക്കിയിട്ടുണ്ട്. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന പ്രധാന കാര്യങ്ങൾ എന്ന് പറയുന്നത്, നമുക്ക് തന്നെ ഒരു സാധാരണക്കാരന് അത്ഭുതം തോന്നുന്നു. ഇവർക്ക് എത്രമാത്രം ഒരു നല്ലൊരു നടപ്പാക്കിയില്ലേ പോലും. ഇവർ പണ്ട് തൊട്ടേ നടപ്പിലാക്കുന്നില്ലല്ലോ. ഇവർ നല്ല പ്രകടന പത്രിക അങ്ങ് ഇറക്കുക. ഇവർക്ക് പ്രീണനത്തിൻ്റെ പ്രകടന പത്രിക അവർ ഇറക്കിയിരിക്കുന്നത്. ഒന്ന് പറഞ്ഞിരിക്കുന്നത്, ഇവിടെ കഴിഞ്ഞ 10 വർഷമായിട്ട് കൊണ്ടുവന്ന പരിഷ്കാരങ്ങളും നിയമങ്ങളും എല്ലാം ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്നതെല്ലാം അതെല്ലാം തിരിച്ച് എടുക്കും, അതെല്ലാം തിരിച്ചാക്കും. എന്തോ വാക്ക് പോലും കിട്ടുന്നില്ല. അതായത് കാശ്മീരിൽ പോയി ഐസ് വാരി കളിച്ചായിരുന്നല്ലോ ജോഡോ യാത്രയ്ക്ക് പോയപ്പോൾ. ആ ജോഡോ യാത്രയ്ക്ക് പോയപ്പം ഐസ് കളിക്കാനുള്ള അവകാശം, സ്വാതന്ത്ര്യം എല്ലാം കിട്ടിയത് ഈ 370 വകുപ്പെടുത്ത് കളഞ്ഞ് അവരുടെ പ്രത്യേക അവകാശം നിർത്തലാക്കിയത് കൊണ്ട് മാത്രം. ഇന്ന് കാശ്മീർ സ്വസ്ഥമാണ്, അവിടെ സമാധാനമുണ്ട്, ഇവിടെ സമാധാനം പുലരുന്നുണ്ട്. അപ്പോൾ ഇനി ഇവർ കോൺഗ്രസ് ഭരണത്തിലോട്ട് വന്ന ആദ്യം കാശ്മീരിൻ്റെ ആ അവകാശം തിരിച്ചങ്ങ് കൊടുക്കാം, 370 വകുപ്പ് തിരിച്ചു കൊടുത്തേക്കാമെന്നാണ് ഒന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് പ്രീണനത്തിൻ്റെയും അതുപോലെ കലഹം ഉണ്ടാക്കുന്നതിൻ്റെയും ഭിന്നിപ്പിക്കലിൻ്റെയും പിന്നെ വിത്തുവാകാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നതെന്നുള്ളതാണ് അതിലൂടെ നമുക്ക് മനസ്സിലാക്കാം. പിന്നെ UCC നടപ്പാക്കത്തില്ല, CAA നടപ്പാക്കത്തില്ല. ഇത് രണ്ടുമാണ് അടുത്ത പറഞ്ഞിരിക്കുന്നത്. അപ്പം എന്തൊക്കെ പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നോ അതെല്ലാം ഞങ്ങൾ നിർത്തലാക്കും, അതാണ് വാഗ്ദാനം. ആരെ പ്രീണിപ്പിക്കാനാണ് ഇവർ പറയുന്നത്. പിന്നെ അതുപോലെ ന്യൂനപക്ഷ പ്രീണനത്തിൻ്റെ ഭാഗമായിട്ട് ന്യൂനപക്ഷങ്ങളുടെ ഭക്ഷണം കഴിക്കാനുള്ള അവകാശം, വസ്ത്രം ധരിക്കാനുള്ള അവകാശം, പിന്നെ അതെല്ലാം ഇപ്പം ഇല്ല. അവർക്ക് ആർക്കും അവകാശമൊന്നുമില്ല. അവർ അതുകൊണ്ട് വലിയ വിഷമത്തിലാണ്. അതെല്ലാം തിരിച്ചു കൊടുക്കാമെന്ന് കോൺഗ്രസ് മുന്നണി പറഞ്ഞിട്ടുണ്ട്.
ഇപ്പോൾ അവർക്ക് അവകാശമൊന്നുമില്ല. അവർ ഇഷ്ടമുള്ള ഭക്ഷണമൊന്നും കഴിക്കുന്നേ ഇല്ല ആരും. പിന്നെ അവർക്ക് ഇഷ്ടമുള്ള വസ്ത്രവും ധരിക്കുന്നില്ല. ഇതെല്ലാം ഇവിടെ നിർത്തലാക്കിയിരിക്കുകയാണെന്നാണ് ഇവർ പറയുന്നത്. അതല്ലേ എൻ്റെ അർത്ഥം. അങ്ങനത്തുള്ള ഈ ഭിന്നിപ്പിക്കൽ ഭരണം, ഈ ന്യൂനപക്ഷ പ്രീണനം, ഇവരെന്ത് വോട്ടിന് വേണ്ടി മാത്രമല്ലേ? ഇവിടെ ഭൂരിപക്ഷമൊന്നും കുറേ ഉണ്ടല്ലോ. ഭൂരിപക്ഷക്കാർ ആരോട് എന്തിനു പോകുന്നു? ഭൂരിപക്ഷത്തിന് ഈ കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഭൂരിപക്ഷത്തിൽ നീ ഭൂരിപക്ഷത്തെ സമുദായത്തിൽപ്പെട്ടതല്ലേ, ഭൂരിപക്ഷം വിടാ, അതുകൊണ്ട് നിനക്ക് ഇന്നത് തന്നേക്കാമെന്നും പറഞ്ഞ് മോദിജി ഗവൺമെൻറ്റിൻ്റെ എന്തെങ്കിലും ഒരു ഔദാര്യം ഏതെങ്കിലും ഒരു ഭൂരിപക്ഷ വിഭാഗത്തിൽപ്പെടുന്നവരെ, ഇവർ പറയുന്ന ഭൂരിപക്ഷം, ഇവരല്ലേ ന്യൂനപക്ഷം ഭൂരിപക്ഷം ഉണ്ടാക്കുന്നത്, അല്ലാതെ ബാക്കി ആരുമല്ലല്ലോ, കൊടുത്തിട്ടുണ്ടോ? ഏതെങ്കിലും ഒന്ന് ചൂണ്ടിക്കാണിക്കാൻ ഒരു രാഷ്ട്രീയക്കാരന് പറ്റുമോ? ഭൂരിപക്ഷ വിഭാഗമായതുകൊണ്ട് അവന് ഇന്ന ആനുകൂല്യം കിട്ടിയെന്ന് ഇല്ല. ന്യൂനപക്ഷത്തിൻ്റെ ഒരു അവകാശവും മോദിജി കവർന്നെടുത്തിട്ടില്ല, NDA കവർന്നെടുത്തിട്ടില്ല, BJP ഗവൺമെൻറ് കവർന്നെടുത്തിട്ടില്ല. പക്ഷേ നമ്മുടെ രാജ്യത്തിന് ഭൂരിപക്ഷവും ന്യൂനപക്ഷവും ഒരുപോലെ ആയിരിക്കണം. വികസനം എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണം. ഭൂരിപക്ഷം ആയതുകൊണ്ട് നീ അവിടെ കിടന്നു, നിനക്ക് എപ്പോഴും അവിടെ തന്നെ കിടക്കാനാ യോഗം. നീ ന്യൂനപക്ഷക്കാരെ മാത്രമേ നീ നോക്കത്തുള്ളൂ. വോട്ട് മതി, ഭൂരിപക്ഷത്തിൻ്റെ വോട്ട് വേണം, പക്ഷെ എൻ്റെ നോട്ടം മുഴുവൻ ന്യൂനപക്ഷത്തിനോടാണ്. അവരുടെ വോട്ട് മുഴുവനെ വേണം. ഈ ഒരു ചിന്താഗതിയാണ് കോൺഗ്രസ് ബ്രിട്ടീഷുകാരുടെ കൂട്ട് ഭിന്നിപ്പിക്കൽ ഭരിച്ച് ഇത്രയും കാലം കൊണ്ട് നടന്നത്. ഇനി അത് നടക്കുമെന്ന് തോന്നുന്നില്ല. എല്ലാവർക്കും എല്ലാം മനസ്സിലായി, ന്യൂനപക്ഷക്കാർക്കും എല്ലാം മനസ്സിലായി അവരെ കളിപ്പിക്കുമായിരുന്നു. അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണമെങ്കിൽ തീർച്ചയായിട്ടും ഒരു മതനിരപേക്ഷമായിട്ടുള്ള ജനാധിപത്യ സംവിധാനത്തിലൂന്നിയ വികസനമാണ് പ്രധാന മോട്ടീവായിട്ടുള്ള മോദിജി ഗവൺമെൻറ് തന്നെ വരണം. അപ്പോൾ അവരുടെ ഇതുപോലെ 1 ലക്ഷം രൂപ വീതം കൊടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് സ്ത്രീകൾക്ക്, ഓരോരുത്തർക്കും ഓരോ വീട്ടിലെത്തിക്കാൻ. കഴിഞ്ഞ 70 വർഷമായിട്ടൊന്നും ചെയ്യാൻ പറ്റാത്തവരായി ഇപ്പോൾ 1 ലക്ഷം രൂപ വെച്ച് കൊടുക്കുന്നു. പിന്നെ തൊഴിലുറപ്പിന് 400 രൂപ ആക്കാമെന്ന്. 400 ആക്കേണ്ട 1000 2000 ആക്കട്ടെ, നല്ല കാര്യം. ഇതുവരെ കഴിയാത്ത കാര്യങ്ങളൊക്കെ ഇപ്പം ചെയ്യാം. അതും പറയുന്നത് വളരെ ഇടുങ്ങിയ ഒരു ചിന്താഗതിയിൽ, യാതൊരു ക്രിയേറ്റീവ്നെസ്സും ഇല്ലാതെ, സമഗ്രതയില്ലാതെ എന്തോ ഒരു പ്രകടന പത്രികയാണെന്ന് അത് കാണുന്നവർക്കറിയാം. മനോരമയുടെ ഓൺലൈനിൽ തന്നെ വന്നതാണ്. അവരെ സപ്പോർട്ട് ചെയ്യുന്നവരാണല്ലോ, അവരുടെ ഓൺലൈനിൽ തന്നെ പറഞ്ഞു. ഞാൻ എങ്ങോട്ടും കൊണ്ടുവന്നതല്ല, അവരിതൊക്കെ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ, പ്രകടന പത്രികയെ പറ്റിയുള്ള പ്രകടനം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതട്ടെ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കമൻറ്റ് ചെയ്യാനും. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ചെയ്യാം. ഇഷ്ടപ്പെടാത്തവരൊരിക്കലും ലൈക്ക് ചെയ്യത്തില്ലല്ലോ, അവർ കമൻറ്റ് ഇടട്ടെ. എനിക്കതിലും പ്രചോദനമായിരിക്കും. കൂടുതൽ അറിവ് അവരിൽ നിന്ന് നമുക്ക് അറിവ് കിട്ടുകയും ചെയ്യും. എപ്പോഴും നമുക്ക് മറ്റുള്ളവരിൽ നിന്ന് അറിവ് ആർജിക്കണമെന്ന് ആഗ്രഹം. അപ്പോൾ അറിയാവുന്നവർ അത്തരത്തിൽ അതിനെ ചലഞ്ച് ചെയ്യട്ടെ. അപ്പം നമസ്കാരം.